അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആദ്യത്തെ വളപ്രയോഗം ഇട്ട് കൊടുക്കാണ്ട് ജൈവവളമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുമ്മായി ഇട്ടിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കാട്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു വാഴയ്ക്ക് 1.5 കിലോ എന്നുള്ള തോതിലാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാഴകൾക്കൊക്കെ നല്ല വളർച്ചയായിട്ടുണ്ട്. ചെറിയ രീതിയിൽ പുല്ല് കയറിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മഴയുമുണ്ട്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, പുല്ല് കയറി കിടന്നതുകൊണ്ട് തന്നെ പുഴുക്കളൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. എന്തായാലും നമ്മൾ തോട്ടത്തിൽ പുഴുക്കളൊന്നും കയറിയില്ല. നല്ല രീതിയിലുള്ള വളർച്ച തന്നെയാണ് നമുക്ക് വാഴയ്ക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ജൈവവളം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. വളരെ അനുകൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുണ്ട്, നല്ല തണുത്ത കാലാവസ്ഥയാണ് 2-3 ദിവസമായിട്ട്. അന്നേരം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മൂടുന്നൊന്നുമില്ല, ചോട്ടിൽ കൂടി ഇട്ട് കൊടുത്ത് പോകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഫ്ലോട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഫുള്ളായിട്ട് നമ്മൾ ഒറ്റ ഫ്ലോട്ടിൽ തന്നെ, ഒരു ഫ്ലോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിനെ നമ്മളൊരു 4-5 തിരിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ കൃഷി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ കൃഷികൾ മൊത്തം കാണാനായിട്ട് സാധിക്കും. ഇതിനപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. വണ്ടി പണിയെടുക്കുന്നത് നമ്മുടെ അടുത്ത സൈറ്റാണ്. കാരണം ഇന്നത്തെ വാഴയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകുന്നു. കാരണം നമുക്ക് ഇന്ന് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഓവറാണ് എങ്കിൽ മാത്രം നമ്മൾ വേരിനൊരു വളം കൊടുക്കും. അടുത്തത് ഇല്ല, ഇതേ കാലാവസ്ഥ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വളപ്രയോഗത്തിലോട്ട് കിടക്കും. ഇപ്പോൾ നമുക്ക് ഏകദേശം 6 ഇലകൾ വന്ന വാഴകൾ വരെ മാക്സിമം ഉണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് വാഴകൾ വെച്ച് തുടങ്ങിയത്. അത് ഈ സൈഡിലോട്ടാണ് നമുക്ക് മികച്ച രീതിയിലുള്ള വളർച്ച ഈ സമയത്ത് വന്നിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിൽ നട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വളർച്ച മോശമെന്നല്ല, ഇപ്പോൾ വാഴകൾ ചെറുതാണ്. നമ്മൾ അവിടെ ഉണ്ട്, ഈ ഒരു സൈഡ് കൊണ്ടാണ് നമ്മൾ വെച്ച് തീർന്നിരിക്കുന്നത്. അത് അങ്ങോട്ടേക്ക് ഒരു കുറച്ച് ഇലകളുടെ കുറവുണ്ട്. അത് നമുക്ക് ഈ പ്രാവശ്യം വളമിടുന്ന ടൈമിൽ നമുക്ക് അതിനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. ഒരു ചെറുപ്രായത്തിൽ തന്നെ അവിടെയും വളപ്രയോഗങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഈ പ്രാവശ്യം വ്യത്യസ്തമായ കുറേയേറെ കൃഷി രീതികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ച് വിജയിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. മികച്ച റിസൾട്ടുകളെത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം വഴിയെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അന്നേരം നമ്മളെ കൂടുതൽ അറിയാനും കൃഷി രീതികളൊക്കെ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അന്നേരം ഇന്നത്തെ വളപ്രയോഗം ഇത്രയേ ഉള്ളൂ. ജൈവവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. ഇനി കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ജൈവവളത്തിൽ തുടങ്ങുകയാണെങ്കിൽ വാഴയ്ക്ക് നല്ല രീതിയിലുള്ള നനവ് വേണം, നല്ല രീതിയിലുള്ള തണുപ്പും വേണം. അല്ലാത്ത പക്ഷം വാഴകൾക്ക് നല്ല രീതിയിലുള്ള ചൂട് കയറും. അത് ഇലക്കരിച്ചിലിനൊക്കെ കാരണമാകും. അന്നേരം അതും കൂടി ശ്രദ്ധിക്കുക. അന്നേരം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.